അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായി. പ്രതി സവാദിനെ പ്രൊഫസർ ടി.ജെ. ജോസഫ് തിരിച്ചറിഞ്ഞു. എറണാകുളം സബ് ജയിലിലായിരുന്നു തിരിച്ചറിയൽ പരേഡ്. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസുമായി ബന്ധപ്പെട്ടാണ് തിരിച്ചറിയൽ പരേഡ് നടന്നത്. എങ്ങനെയായിരുന്നു തിരിച്ചറിയൽ പരേഡ്? അധ്യാപകൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞോ? ഫിജി, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ പ്രൊഫസർ ടി.ജെ. ജോസഫ് വ്യക്തമാക്കിയിരുന്നതാണ് താൻ പ്രതിയെ തിരിച്ചറിയുമെന്ന കാര്യം. അന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ന് എറണാകുളം സബ് ജയിലിൽ നടത്തിയ തിരിച്ചറിയൽ പരേഡിൽ പ്രൊഫസർ ടി.ജെ. ജോസഫ് ഈ സവാദിനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കൈവെട്ടി കേസിലെ മുഖ്യ ആസൂത്രകനും ഒന്നാം പ്രതിയുമാണ് ഈ സവാദ്. ഈ സംഭവം നടന്ന് 13 വർഷത്തിന് ശേഷമാണ് ഇയാളെ കണ്ണൂരിൽ നിന്ന് പിടികൂടുന്നത്. മട്ടന്നൂരിൽ ഇയാൾ കാർപ്പന്ററായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഒന്നും ഇയാളെ സംബന്ധിച്ച യാതൊരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല. 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇയാളെ സംബന്ധിച്ച വിവരങ്ങൾ എൻഐഎക്ക് ലഭിക്കുന്നത്. 2010 ജൂലൈ 4-നാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവം നടന്ന് വെട്ടുന്ന അക്രമം നടന്നതിന് തൊട്ട് പിന്നാലെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴു അടക്കമുള്ള ആയുധങ്ങളുമായി സവാദ് ഒളിവിൽ പോയതാണ്. 2011-നാണ് ഈ കേസ് എൻഐഎ ഏറ്റെടുക്കുന്നത്. എന്തായാലും നിലവിൽ ഇയാളെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇനി ഇയാളെ ഒളിവിൽ താമസിക്കാനായിട്ട് സഹായിച്ച ആളുകൾ, ഒപ്പം തന്നെ ഈ കേസിൽ ഗൂഢാലോചന നടത്തി എന്നുള്ള ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ആർക്കൊക്കെ ഉന്നത ബന്ധങ്ങൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് എൻഐഎ ഇനി അന്വേഷിക്കുക. ഫിജി. ശരി, അശ്വതി.